ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഇവിടെയാണ് ബാഡ്ജ്. ഇന്ന് നമ്മൾ ഔഡി RS6 ഒരു ചെറിയ റിവ്യൂ ആയിട്ടാണ് വന്നേക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, ഇതൊക്കെ ഇഷ്ടം പോലെ പ്രാവശ്യം റിവ്യൂ ചെയ്തേക്കുന്നതാണ് എല്ലാവരും. എന്നാലും നമ്മുടെ മലയാളി ആൾക്കാർക്ക് വേണ്ടി, മലയാളികളായാലും പിന്നെ പുതിയതായിട്ട് UK വന്നേക്കണവരൊക്കെ ആയാലും അവർക്ക് വേണ്ടി ഒരു ചെറിയ റിവ്യൂ. ഓക്കെ, നിങ്ങൾ ഒരു പ്രാക്ടിക്കൽ കാറ്, പക്ഷേ പ്രാക്ടിക്കൽ എന്ന് പറയാൻ വേണ്ടി 4 പേര് അല്ലെങ്കിൽ ഒരു 5 പേരുള്ളൊരു ഫാമിലിയാണ്. പക്ഷേ നിങ്ങൾക്ക് പവർഫുൾ കാസിനോടാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കാവുന്നൊരു കാറാണ് ഔഡി RS6. അപ്പോൾ ഇതിൻ്റെ ചെറിയ റിവ്യൂ ഞാൻ തരാം. ഔഡി RS6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A6 സ്പോർട്സ് പെർഫോമൻസ് വേർഷനാണ് RS6. ഇറ്റ്സ് ആൻ അവാൻസ്. ഇത് ബൂട്ടുള്ള വണ്ടി ഇല്ല ഇതിനകത്ത് ഹാച്ച് ബാക്ക് മാത്രമേ ഉള്ളൂ. ആൻഡ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കാർ. നിങ്ങളൊരു ഫാമിലി ഓഫ് 4 ഫാമിലി ഓഫ് 5 നിങ്ങൾക്കൊരു സ്പോർട്സ് പെർഫോമൻസ് കാറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദ കാർ. 630 brakes and it is powerful. It's a V8 engine, no electric like new cars, no bullshit electric on it. And you know what? It's the best car which I have had. Performance wise it's good, economy wise it's good, and it is spacious as well for 4 or 5 people. ഞാൻ ഇവിടുന്ന് ലണ്ടനിലേക്കൊക്കെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വളരെ കംഫർട്ടബിളായിട്ട് പോയിട്ടുണ്ട്. ഞാൻ ഫാമിലി ആയിട്ട് ട്രിപ്പ് പോകാറുണ്ട് ഇതുകൊണ്ട്. ഈവൻ ദോ ഇറ്റ്സ് എ പെർഫോമൻസ് കാർ. സോ യെസ്, ഐ വിൽ ജസ്റ്റ് ഷോ യു എ ബെറ്റ് ഓൺ ഇറ്റ്. യെസ്, ഇതിൻ്റെ എൻജിൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ V8, ഇറ്റ്സ് എ twin turbo, and it has got 630 brakes. It's a competition model, so that's why it has got, normally it has 600, so it's a special edition, so that's it's 630, and it's a bulletproof engine. ഇപ്പോൾ ആർക്കെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ ഇത് bulletproof engine അല്ല എന്ന് പറയുകയാണെങ്കിൽ it is a bulletproof car. I've done 50,000 miles on it, no problems. Yeah, every year just service it and it's just strong. And it has got nice styling. It has got LED headlights on it. It has got fogs. It has got radar system. Then it has got high beam assist. All the new functions are in this car. This is a 2017 plate. 2017 വണ്ടിയാണിത്, but it has got everything. And I will show you the boot. സോറി, ഇതിനകത്ത് ബൂട്ട് നിങ്ങൾക്ക് മൊത്തമായിട്ട് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് ഗോട്ട് എ സ്മോൾ ബിൽഡ് ഇൻ ഇറ്റ്, അതുകൊണ്ടാണ്. പക്ഷേ ഈ ബൂട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിൽ സീറ്റ് വരെയുണ്ട്. സോ ഇതിനകത്തൊരു ഓഡിയോ അപ്ഗ്രേഡ് ചെയ്തേക്കണ കാരണമാണ് ഇതിനകത്ത് സാധനങ്ങളൊക്കെ ഉള്ളത്. ഇല്ലാന്നുണ്ടെങ്കിൽ യു ക്യാൻ പുട്ട് 2 big suitcases and 2 small suitcases comfortably. Still there will be more space in it. അപ്പോൾ നിങ്ങൾ പിള്ളേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിള്ളേരെ സ്ട്രോളിയും സാധനങ്ങളും എല്ലാം എടുത്ത് വയ്ക്കാൻ പറ്റും, നോ പ്രോബ്ലം. ഇതിനകത്ത് ഇപ്പോൾ വെക്കാൻ പറ്റില്ല. It's only you can go on a supermarket in this. It's got power tailgates, and the back seats are very comfortable. I'm sitting normally, നമുക്ക് comfortably ഇരിക്കാൻ പറ്റും. ഇഷ്ടംപോലെ ലെഗ് റൂം, ഹെഡ് സ്പേസ് ഉണ്ട്. It's comfortable. It has got heating in the back as well, and heated seats, everything in it. നടുക്കൊരാൾക്ക് ഇരിക്കാം. പിന്നെ ടണലുള്ള ഇറ്റ്സ് എ 4-wheel drive. So it has got a tunnel. So വലിയ ആൾക്കാർക്ക് ഇരിക്കുകയാണെങ്കിൽ കാലപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഇരിക്കേണ്ടി വരും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്തിരി കൂടി ചെറിയ പിള്ളേരാണെങ്കിൽ നോ പ്രോബ്ലം, കംഫർട്ടബിൾ. ആൻഡ് ഓൾസോ ഓൺ ദ സൈഡ് ആസ് വെൽ. നിങ്ങൾ വിചാരിക്കേണ്ടത് വളരെ ചെറിയ വണ്ടിയായിരിക്കുമെന്ന് അല്ലെങ്കിൽ വലിയ വണ്ടിയായിരിക്കുന്നു. നോ, ഇറ്റ്സ് എ പ്രോപ്പർ കാർ. So it has got a 21-inch wheels. It has got an option for a 20 and a 21. So ഇനിയിപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വണ്ടി ബ്രാൻഡ് ന്യൂ മേടിക്കാൻ പറ്റില്ല. സോ സെക്കൻഡ് ഹാൻഡ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ 21 looks much nicer. So ഈ ഷേപ്പാണ് ഇതിനകത്ത് എനിക്ക് തോന്നുന്നത്. For personally I like this 21-inch style. It's up to you if you like it or not. This specific model was a sports model, so it had a sports exhaust as well. It was an option on it, but I've changed the exhaust on it, so you can't see the full how loud it is. It's quite loud at the moment. ഇത്തിരി സൗണ്ട് കൂടുതലാണ്, പക്ഷേ എന്നാലും you can put it in a normal auto mode. Valvetronic system ഉള്ള കാരണം it will be very quiet on motorway cruise.
നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ആൾക്കാരെ കാണിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡൈനാമിക് മോഡിലേക്ക് ഇടുക, എക്സോസ്റ്റിൻ്റെ വാൽവ് ഓപ്പൺ ആവും ആൻഡ് ഇറ്റ് മേക്സ് എ പ്യുവർ നോയ്സ്. സോ ഈ വണ്ടി മാനുവലിൽ നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടത്തില്ല. ഇറ്റ്സ് ഓൾവേസ് ആൻ ഓട്ടോമാറ്റിക്, ബട്ട് ഇറ്റ് ഹാസ് ഗോട്ട് എ DSG ബോക്സ്. സോ DSG ബോക്സ് അറിയാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് VWയുടെ ഗിയർ ബോക്സ് ആണ് ആൻഡ് ഇറ്റ് ഈസ് സിമിലർ ഹാസ് എ മാനുവൽ ഗിയർ ബോക്സ്. ക്ലച്ച് ഇല്ലയെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളിത് മാനുവൽ മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ മാനുവൽ വണ്ടി ഓടിക്കണ മാതിരി തന്നെ ഓടിക്കാം. ഐ വിൽ ഷോ യു ഹൗ ഇറ്റ് ഡ്രൈവ്സ് എനിവേ. And it has got all the infotainment system in it. Even though it's a 2017 car, it has got everything. I will just turn the car on and show you. So this is the cluster on it, and it has got old style temperature gauge, fuel gauge, tacho and speedo, and it has got all the functions on it. You can have everything on it. ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ സ്ക്രീൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോൾഡ് ചെയ്യാം. There you go. If you don't want it, have a normal car. എന്താ പറയുക, normal car എന്ന്. It's just, if you don't want the screen, you can pop it down, or else you can pop it up. And it has got all the functions. So the main function is, if you press the car button, you can have comfort, auto, dynamic, or individual. Individual എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, I'll show you how it works. You can just set individual modes. So exhaust open ആയിരിക്കാം, മാത്രം ചെയ്യാം. Gear box sport മോഡിൽ മാത്രം ഇടാം. Even if you want suspensions, you can make either the comfort or sports mode. അപ്പോൾ നിങ്ങൾക്ക് ഓരോ സാധനങ്ങളും ആവശ്യമുള്ളതിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, whenever you're in the car, you can put it on either dynamic mode or else you can put it on the individual, so it just goes on the. So there you go. So on comfort mode now, exhaust is very quiet, the engine, everything is very normal, and you can just cruise on the motorway. As soon as you put it on dynamic, the exhaust sound will change, the suspensions changes, dampers get stiffened, and it becomes like a sports car. Yeah, it has got heads-up display on it. It has got a full panoramic sunroof, split screen. You can open half of it, or else you can lift it up a bit for the air circulation. It has got 2 cup holders, and it has got an ashtray. ഇപ്പോൾ ഇത് ആസ്ട്രേ അല്ല, എൻ്റെ സൗണ്ട് സിസ്റ്റത്തിൻ്റെ കൺട്രോളറായിരിക്കുന്നത്. സോ I don't smoke anyway, so it's all right. പിന്നെ the radio has got a touch pad on it. പിന്നെ all the controls is here. You can control everything from here itself. And its seats. ഇതിൻ്റെ സീറ്റ്സിനെ കുറിച്ച് പറയണം. It's a Audi sport seats, and it's super comfortable seat. It has got everything. ഇതിനകത്ത് RS4 നിങ്ങളുടെ ആരുടെയും കയ്യിലുണ്ടായിരുന്നെങ്കിൽ it came with 2 options. One was a bucket seat and one was a sport seats. And I had an RS4 and it had a bucket seat. The only problem was, അതിനകത്ത് നിന്ന് ഇരിക്കാനും ഇറങ്ങാനും വളരെ ബുദ്ധിമുട്ടാണ്. ഇറ്റ് വാസ് an 8,000 pounds 6,000 pounds ഓപ്ഷൻ ആയിരുന്നു അത് RS4-നകത്ത്. സോ ഇറ്റ്സ് ലൈക്ക് എ റാലി സീറ്റ് എന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറയാം. ഇറ്റ് വാസ് ലൈക്ക് എ ബക്കറ്റ്. യു ജസ്റ്റ് സിറ്റ്, യു ക്രോൾ ഇൻസൈഡ് ആൻഡ് യു ക്രോൾ ഔട്ട്, ആൻഡ് ഇറ്റ് വാസ് നോട്ട് കംഫർട്ടബിൾ അറ്റ് ഓൾ. പക്ഷേ വെരി എന്താ പറയുക, നൈസ് ലുക്കിംഗ് സീറ്റ്സ്. സോ ദിസ് ഈസ് എ സ്പോർട്സ് സീറ്റ്സ്, ആൻഡ് ആബ്സല്യൂട്ട്ലി പെർഫെക്റ്റ്. ഞാൻ ലണ്ടനൊക്കെ ഒറ്റ സ്ട്രെച്ച് പോയിട്ടുണ്ട്. പോകാൻ പറ്റില്ലെന്നല്ല പറയുന്നത്, ഏത് സീറ്റിനകത്തും പോകാം. പക്ഷേ ഇറ്റ്സ് വെരി കംഫർട്ടബിൾ, ആൻഡ് ഇറ്റ് has got memory functions and everything on it. Everything is electric on it, and it's a sound system on this. It's a great sound system. പക്ഷേ ഇപ്പം നിങ്ങൾ കാണുന്ന മാതിരി ഇതിനകത്തെല്ലാം സൗണ്ട് സിസ്റ്റം മൊത്തം ഞാൻ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. I don't know, is there any more audio files exist? നമ്മുടെ ആൾക്കാരൊക്കെ ഇപ്പം എനിക്ക് തോന്നുന്നു, ഞാൻ യൂട്യൂബിലൊക്കെ കാണാറുണ്ട്, there are lots of audio files. UK-ലത്തെ ഒരു വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു ഒരു കടയിൽ നിന്നാണ് ഞാനത് ചെയ്തത്. ഇറ്റ് ഈസ് കോൾഡ് PS Sound. If you are an audiophile and you know about car audio, he is one of the famous in UK. പുള്ളിക്കാരൻ്റെ അടുത്ത് ഞാൻ പോകുമ്പോൾ പുള്ളിക്കാരനായിട്ടൊരു ചെറിയ ചാറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ. അപ്പോൾ ഇതിൻ്റെ ഓഡിയോ ഗിയറായിട്ടും വേറൊരു ഷൂട്ടായിട്ട് ഞാൻ വരാം. Okay, that's it basically. We'll go for a drive and I will show you how responsive this car is.